ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതായത് ഗായ്സ്, നമ്മൾ ഇന്ന് പുതിയൊരു ഫ്രണ്ടിനെ നമ്മുടെ കോൺടാക്റ്റിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ഗായ്സ്, അവനെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മളിപ്പോൾ പുതുക്കാൻ പോവാണ്. പുതുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബന്ധങ്ങളൊന്നും ഇല്ല ഗൈസ്, ഇന്നാണ് കണ്ടുമുട്ടാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിളിയാണ് ഗൈസ്, ഒരു കിടിലനൊരു കിളിയാണ്, ഒരു വയ്യാത്തവൻ എന്നൊക്കെ വേണേൽ പറയാം ഗൈസ്. പിന്നെ അവനുമായിട്ടുള്ള കുറച്ച് റേസിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മുടെ വണ്ടി മുഴുവൻ നശിച്ചിട്ടുണ്ട്, അത് വേറൊരു കാര്യം ഗൈസ്. അപ്പം അതിന് മുന്നേ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചെറിയ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇവിടെയാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. ഓ ഗൈസ്, പട്ടി കുരയ്ക്കുന്നു കണ്ടോ, അഹങ്കാരം കണ്ടോ പട്ടിയുടെ, ഇടിച്ചങ്ങ് കൊന്നേക്കാം ഗൈസ്. അങ്ങനെ പട്ടി ചത്തെന്നാണ് തോന്നുന്നത്. എന്തിയടാ, പട്ടി വണ്ടിയുടെ അടി കയറിയോ ഗൈസ്? ഈച്ചയൊക്കെ പറക്കുന്നുണ്ട്, പക്ഷെ പട്ടിയെ കാണുന്നില്ല. മെഷീൻ എന്തിയടാ ഗൈസ്? മെഷീനും പോയി, പട്ടിയും പോയി. പട്ടി വണ്ടിയുടെ അടി കയറിയില്ല ഗൈസ്. ദേ പട്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പട്ടി ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇതാണെന്ന് തോന്നുന്നു മെഷീൻ ഗൈസ്. ഓ, ഇതൊന്നും മെഷീനൊന്നും അല്ല കേട്ടോ, ഇത് വേറെന്തോ സംഭവമാണ്. നമുക്ക് ഗൈസ് വണ്ടി എടുത്തിട്ട് നൈസായിട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു പട്ടിയായിരുന്നെന്ന് തോന്നുന്നു നമ്മുടെ മെഷീൻ. ആ പട്ടിയായിരുന്നു നമുക്ക് മീറ്റ് ചെയ്തത്. കാരണം ആ പട്ടി കുരച്ചപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതായിരുന്നു, നമ്മൾ പട്ടിയെ കൊന്നു കളഞ്ഞു ഗൈസ്. എൻ്റെ ഒരു കിടിലം വണ്ടിയായിരുന്നു ഗൈസ്. ഇപ്പം തന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ പോയി കാണും. ഗൈസ്, വണ്ടി എടുത്ത് അടിച്ച് മുഴുവൻ പോയി കാണും ഗൈസ്, വണ്ടി മുഴുവൻ. ഇത്ര ഹൈറ്റ് കുറച്ച് പണിതൊരു വണ്ടിയല്ലേ ഗൈസ്, ഇതൊക്കെ റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ, ഇതുവഴി ഒന്നും കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയേ അല്ല ഇതൊന്നും. നോക്കിനി നേരെ എന്തായാലും പട്ടിയുടെ അടുത്തോട്ട് പട്ടി തേണ്ട വന്നു. ഗൈസ്, പട്ടി തന്നെയാണ് കേട്ടോ നമ്മുടെ മിഷൻ. ഓക്കെ, നമ്മുടെ മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ പട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഗൈസ് ഈ ഒരു സീനെന്ന് പറയുന്നത് ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ കിറുക്കൻ ഫ്രണ്ടിനെ നമ്മുടെ മച്ചാനാണ് കാണിച്ചു തരുന്നത്, അതായത് നമ്മുടെ ഈ ഒരു പട്ടിയാണ് കാണിച്ചു തരുന്നത് ഗൈസ്. നമുക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് ഇങ്ങനെ കാണിച്ചു തരും ഇപ്പം. നമുക്കപ്പോൾ അതുവഴി ഇങ്ങനെ പോവാം. ഓക്കെ, അവൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു കുറച്ചങ്ങോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കാറിൽ പോവാം, ഫോളോ ദ ഡോഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കാറിൽ പോവാം ഗൈസ്. കാർ അങ്ങോട്ട് എടുക്കുക. ഓക്കെ, കാർ തന്നെ ഡോറൊക്കെ അടഞ്ഞോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. വീണ്ടും ഇപ്പോൾ പട്ടി ഇടിച്ചു വന്നേനെ. ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ പോയി 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 ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട് ഗൈസ്. കിടിലനായിട്ടല്ലേ ഗൈസ് പണിതേക്കുന്നത് അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ തന്നെ പണിത വണ്ടിയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് ബൈക്ക് എടുക്കാം. കാറിനൊരു സുഖമില്ല ഗൈസ്, സത്യം പറയാലോ. കാറും കൊണ്ട് പയ്യെ പോകാൻ പറ്റുന്നില്ല. ബൈക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നിർത്തി ഒക്കെ പോകാം. കാറാകുമ്പോഴേ നമ്മളിങ്ങനെ നിർത്തിയൊക്കെ എടുക്കുമ്പോഴത്തേലും ടാസ്ക്കാണ് ഗൈസ്. വണ്ടി ഒന്ന് കാല് കൊടുക്കുമ്പോഴത്തേലും അങ്ങ് തെറിച്ചു പോകും, അത്രയ്ക്ക് പവറാണ് നമ്മൾ കാറിൽ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ എത്തും തോന്നുന്നു. നമ്മൾ ഇച്ചിരി മുന്നേ ഈ സൈഡിൽ കൂടെ തന്നെ അല്ലേ വന്നത് ഗൈസ്? അതുകൊണ്ട് ഇവിടെ നമ്മൾ ആരെയും കണ്ടില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് അവിടെ തൂങ്ങി കിടപ്പുണ്ടല്ലോ ഒരുത്തൻ ഗൈസ്. അവനാണ് ആ കിളി ഫ്രണ്ട് എന്ന് പറയുന്നത്. അവൻ എനിക്ക് പാരച്ചൂട്ടിന്ന് എടുത്ത് ചാടി മരത്തേലിടിച്ച് മരത്തേലിങ്ങനെ ഉടക്കി കിടക്കുകയാണ് ഗൈസ്. ഇവനെയാണ് നമ്മൾ ഇന്ന് കൂട്ടുകൂടാനിരിക്കുന്നത്, അതായത് ഇവനെ നമ്മൾ രക്ഷിക്കാൻ പോവാണ് ഗൈസ് ഇപ്പോൾ. അപ്പം നമുക്ക് നേരെ ഇനി ഇവനെ രക്ഷിക്കുന്ന പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ മച്ചാനെ അങ്ങോട്ട് ഇറക്കി വിടാം ഗൈസ്. ഇവൻ എന്തൊരു താളവാടിയാണ് ഗൈസ്. അതെ, ഇതിന് ചില്ലറ ഷോക്കിടുന്നല്ലോ നമുക്ക്. ഇവന് ഏതോ വെഗിളിയാണ് ഗൈസ്, സത്യം പറഞ്ഞ ഇവന് ഏതോ വെഗിളി പിടിച്ചവനെങ്ങാണ്ടാണ്. കാരണം ഇവനെന്തോ താളവാടി, ഇവനെന്തോ വർത്താനാണ് ഗൈസ്. നമ്മുടെ തെറിയൊക്കെ വിളിക്കും കേട്ടോ, ഇത് നമ്മളെ തെറിയൊക്കെ വിളിക്കും. ഭയങ്കര ഒരു വല്ലാത്തവനാണ് ഗൈസ്. ഈ ഒരു ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ആ സിനിമാ നടൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയില്ലേ, ആ സമയത്ത് എടുത്തിട്ട് ഡ്രസ്സാണ്. ഇതുവരെയായിട്ട് ഇവൻ ഊരിയിട്ടില്ല ഈ ഒരു ഡ്രസ്സ് ഗൈസ്. നമ്മൾ വീട്ടിൽ പോയില്ല ഡ്രസ്സ് ഊരാൻ.
ഇനിയിപ്പം ഡ്രസ്സൊക്കെ നമുക്ക് വേറൊരു സൂല കിടക്കട്ടെ, നല്ലൊരു കോട്ടൺ സൂട്ടും അല്ലേ, ഇരിക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അതുകൊണ്ട് പുള്ളി പറയുന്നുണ്ട്, പുള്ളി നമ്മളെ നല്ലൊരു തെറിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ നമ്മൾ കൂടെ എന്താ പുള്ളി ഫോളോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഫോളോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിലാണ് വരുന്നത്. പിന്നെ നമ്മൾ എന്തിനീ ബൈക്ക് എടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചുമ്മാ കയറി എടുത്തേന്ന് ഗൈസ്. ഇപ്പം വരും ഹെലികോപ്റ്റർ, ഇപ്പം താക്കും ഗൈസ്. എന്തി താഴുന്നേ ഉള്ളോ, താക്കടാ. ഓ ബൈക്ക് ഇരിക്കുന്നതുകൊണ്ട് താഴത്തില്ലായിരിക്കും അല്ലേ, താക്കുന്നില്ലല്ലോ. ബൈക്ക് അങ്ങോട്ട് മാറ്റിയേക്കാം ഗൈസ്, ബൈക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അയ്യോ മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഞാനേ നൈസായിട്ടൊന്ന്, അയ്യോ ഇപ്പം ഈ ബൈക്ക് വന്ന് ഇപ്പോൾ ഹെലികോപ്റ്റർ കയറിയതിന് ഗൈസ് നൈസായിട്ടൊന്ന് ചാടിയതാണ്. പക്ഷേ സ്പീഡ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നല്ലപോലെ അങ്ങ് ചാടേണ്ട വന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം, നമ്മൾ ഹെലികോപ്റ്ററിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമ്മളൊരു പൊളിക്കും. ഓ നമ്മൾ ഗൈസ് അവൻ്റെ വട്ടി ഇവനും പിടിച്ചിട്ടുണ്ട്. അതായത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണം, അടിപൊളിയാ എന്നൊക്കെ. അപ്പോൾ നമ്മൾ സ്കൈ ഡൈവിങ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലമുണ്ട്, അവിടെ ചെല്ലണം, അവിടെ വരെ പോകണം നമ്മൾ ഗൈസ്. നമ്മൾ മാക്സിമം അവിടെ വരെ ചെല്ലാൻ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പാരച്യൂട്ട് ഇടാം ഗൈസ്. പാരച്യൂട്ട് ഇട്ടില്ലെങ്കിൽ ഏതെങ്കിലും മലയുടെ താഴെ വല്ലതും ചെല്ലും ഗൈസ്. നമുക്ക് ആ മലയുടെ ഒരു മണ്ടവശമുണ്ട് ഗൈസ്. ഈ ഒരു മലയുടെ മണ്ടവശമുണ്ട്. ഇവിടാണ് നമുക്ക് ആ ഒരു ഏരിയയില്ലേ, അവിടെ ആയിട്ടാണ് നമുക്ക് ചെല്ലുന്നത്. കറക്റ്റ് ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയ തന്നെ, ആ ഒരു ഏരിയയുടെ അടുത്ത് തന്നെ നമ്മൾ ലാൻഡ് ചെയ്യണം. ഏരിയയുടെ അടുത്ത് തന്നെ ലാൻഡ് ചെയ്താൽ മതി ഗൈസ്. ആ ഒരു സർക്കിളിനകത്ത് തന്നെ കയറണമെന്നില്ല, അതിൻ്റെ ഒരു അടുത്ത് ആ ഒരു ഏരിയയുടെ ഒരു ഇച്ചിരി ദൂരേ പാടുള്ളൂ. ആ ഒരു സ്ഥലത്ത് അടുത്തായിട്ട് നമ്മൾ ലാൻഡ് ചെയ്താൽ നമുക്ക് ബാക്കി മിഷൻ കളിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ പാരച്യൂട്ടിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓ ഗൈസ് നമ്മൾ എത്തും കേട്ടോ, പേടിക്കണ്ട, എത്തും. ഇതോ അവിടെയാണ് ഗൈസ് ചെല്ലേണ്ടത്, അവിടെ ഗൈസ്. ഈ പാരച്യൂട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. എനിക്ക് പാരച്യൂട്ട് ഹെലികോപ്റ്റർ GTA 5 ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ ഗൈസ്. ഗൺസൊക്കെ പിന്നെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും, പിന്നെ വണ്ടിയൊക്കെ ഇച്ചിരി ഓടിക്കാനും അറിയാൻ പറ്റും. പക്ഷേ ഗൈസ് പാരച്യൂട്ട് ഹെലികോപ്റ്ററും ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ ഗൈസ്. നമ്മളാണ് ഗൈസ് ഫസ്റ്റ് വന്നേ. അവൻ എന്ത് ചെയ്യടാ. ഓ ഗൈസ് നമ്മളാണ് ഇവിടെ ആദ്യം വന്നിരിക്കുന്നത്. ഇതെന്തുവാ, അയ്യോ പോയി. അപ്പോൾ അടിസക്കേ ഗൈസ്, നമ്മൾ തോറ്റിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്നെന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ ഗൈസ്. അപ്പം നമുക്ക് റീട്രൈ കൊടുക്കാം. ഓ ദേണ്ടാ അവൻ വന്നടാ ഗൈസ്. ഓക്കെ നമ്മൾ സൈക്കിളിലാണ് പോകുന്നത്. ദേ ഗൈസ്, ഗൈസ് അവനെന്തോ സ്പീഡിലാണ് ഗൈസ് പോകുന്നത്. നമുക്കെന്താ അവനെ പിടിക്കാൻ പറ്റാത്ത ഗൈസ്, അവൻ നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ഗൈസ് ഇതിലെ സൈക്കിൾ ഒരു സുഖമില്ല, ഒരു വൃത്തിയായിട്ടൊരു സൈക്കിള്. എനിക്ക് തോന്നുന്നു ഗൈസ് ഒരു വൃത്തിയുടെ സൈക്കിളാണ്. ഓ ഗൈസ് നമ്മൾ വിചാരിച്ചു മറ്റേ റീൽസിനകത്തൊക്കെ കാണിക്കത്തില്ലേ ആ ഒരു ഫ്രണ്ട് വ്യൂ, ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഗൈസ് അതൊന്നും അല്ല വന്നത്, അത് വേറൊരു കാര്യം. ആ ഒരു സുഖമൊന്നും ഇതിൽ കാണിക്കുന്നില്ല, ആ ഒരു സുഖമൊന്നും കിട്ടുന്നൊന്നുമില്ല. ഒന്നും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം ഗൈസ്. പക്ഷേ ഗൈസ് അവൻ നല്ല സ്പീഡിലല്ലേ ഗൈസ് അവൻ പോകുന്നത്. നമ്മൾ മാത്രം എന്താ ഗൈസ് പെതുക്കെ പോകുന്നത്. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാത്തതാണോ, ഇനി സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ല ഗൈസ്. പക്ഷേ സൈക്കിൾ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ മൂവ് ചെയ്യത്തില്ലല്ലോ ഗൈസ്. എനിക്ക് തോന്നുന്നു സൈക്കിൾ ഓടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. സൈക്കിളിൽ ഇനി എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. നമ്മളാണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് താനും. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ ഗൈസ്. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, മറ്റേ ലൈറ്റൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്നാന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു മഞ്ഞ സൈക്കിള്. ഈ സൈക്കിള് ഈ കളറ് കാണുമ്പോഴേ അറിയാം നമ്മൾ ഈ ഒരു ഇത് തോക്കുവന്ന്, കാരണം അവനങ്ങ് ഫ്രണ്ടിൽ ചെന്നു ഗൈസ്. അയ്യോ ചത്തില്ല ഗൈസ്, ഞാൻ വിചാരിച്ച ചത്തു പോയിരിക്കുന്നു. ചത്തില്ല ഗൈസ്. ഈ മല ചവിട്ടി ഇറങ്ങണം, മനസ്സിലായോ? ഈ മല മുഴുവൻ ചവിട്ടി ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ പരിപാടി. അത്രയും ചവിട്ടി ഇറങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ പറക്കുക സൈക്കിളും കൊണ്ട്. ഇല്ല അവനങ്ങ് ചെന്ന്, അവനെന്തോ പോക്കാ ഗൈസ് അവൻ പോകുന്നത്. എനിക്കറിഞ്ഞൂടാ അവനെന്തോ സ്പീഡിലാണ് പോകുന്നത്. അവന് സ്റ്റാമിന കൂടുതലാണോ എനിക്കറിഞ്ഞൂടാ ഗൈസ്.
നല്ല ഉയ്യോ നല്ല സ്പീഡാകാൻ പോകുന്നത് കേട്ടോ. അത് കൊള്ളായിരുന്നു, ആ ലാൻഡിങ് കൊള്ളായിരുന്നു. ഓക്കേ, നമ്മൾ ഏകദേശം അവൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഗൈസ് ഇങ്ങോട്ട് അവൻ പോകുന്നുണ്ട് ഗൈസ്. ഇതെങ്ങനെയാണ് ഇവനൊന്ന് എഴുന്നേറ്റ് ഒന്ന് ചവിട്ടുന്നത്? എന്താണ് എങ്ങനെയാണ് ഇത് ഗൈസ്? ഓ അയ്യോ ഗൈസ്, സൈക്കിള് പോയി. ഇല്ല പോയില്ല ഗൈസ്, സൈക്കിള് പോയില്ല കേട്ടോ, പേടിക്കണ്ട, സൈക്കിള് പോയില്ല. ഇതിന് എങ്ങനെ കയറും? ഓ കയറിയില്ല കേട്ടോ, കയറിയില്ല ഗൈസ്. ദേ ചോര ഇങ്ങ് വന്ന് ഗൈസ്. നൈസായിട്ടൊന്ന് എന്താ പറയുക, സൈക്കിളെ ഒന്ന് കയറാൻ നോക്കിയത്, പക്ഷേ ഇതുവരെയായിട്ട് കയറാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, സെറ്റായി. ഇതുവരെയായിട്ട് സൈക്കിളൊന്നും കയറാൻ പറ്റിയില്ല. ഓക്കെ, ഇപ്പോൾ കയറാൻ പറ്റുമായിരിക്കും. ഇല്ല ഗൈസ്, വേണ്ട കിടക്കുന്നു. ഇവനിനി എന്ന് പോകാൻ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് ഗൈസ്? ഇവരിപ്പോൾ 2, 3, 4, 5 വട്ടമായി ഇങ്ങനെ കിടന്ന് വീഴുന്നത്. കിട്ടിയടാ, സൈക്കിൾ കിട്ടി. ഓക്കെ, കൊള്ളാം, സൈക്കിൾ കൊള്ളാം കേട്ടോ. അവിടെ നിന്ന് ചവിട്ടിയപ്പോഴെങ്കിൽ കയറി ഇങ്ങ് വന്നു സൈക്കിള്, കൊള്ളാം. പക്ഷേ ഗൈസ് ഇവരങ്ങോട്ട് സ്പീഡ് ചവിട്ടുന്നില്ലല്ലോ. സ്പീഡ് ചവിട്ടി സെറ്റ് ഗൈസ്. സൈഡിൽ കൂടെ ഓടുന്ന പുലിയൊക്കെ അല്ലേ ഗൈസ്, എന്താ ഇവനൊന്നും ചെയ്യാത്തേ? ഓക്കെ ഗൈസ്, ഇനിയും കിടക്കുന്ന 2 or 3 പോയിന്റ്. എനിക്കൊന്ന് അവനങ്ങ് അവിടെ ചെന്നെന്ന് തോന്നുന്നു കേട്ടോ. അവനങ്ങ് ചെന്നു, അറിയോ? ഇവിടെ ഇതുവരെയായിട്ട് എങ്ങും ആയിട്ട് പോലും ഇല്ല. ഞാൻ ചുമ്മാ തറയിൽ കിടക്കുന്നു. വീണ സമയത്ത് ഞാൻ എപ്പത്തൊട്ട് വീണ്ടും ചവിട്ടുമെന്നറിയോ? എന്നിട്ട് ഇതുവരെയായിട്ട് ഇതെന്ത് ഇങ്ങനെയൊക്കെ ഓടുന്നേ? എന്നിട്ട് ഗൈസ് ആ സാധനം ഓടിയതൊക്കെ കണ്ടോ ഗൈസ്? എന്നിട്ട് ഇതുവരെയായിട്ട് ഇവനെന്തുവാ ഈ സൈക്കിളും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടില്ല. അതായത് വീണിട്ട് സൈക്കിൾ അങ്ങോട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഇല്ലേ, മലന്ന് കിടന്നിട്ട് തന്നെ എടുക്കാൻ നോക്കുന്നത്. അതൊക്കെയാണ് സംഭവം. ഇച്ചിരി മുന്നേ ഞാൻ ചെയ്താണ്ട് അറിയാതെ ഒരു ബട്ടണെ പിടിച്ച് ഞെക്കിയതാണ്. അവിടെ വെച്ച് സൈക്കിള് വെച്ച് നിർത്തിയിട്ട് ഇറങ്ങി. ഇതെന്ത് ഗൈസ് ഇങ്ങനെ ഓടുന്നേ ഗൈസ്? അതൊക്കെ കണ്ടിട്ട് ചിരിയും കൂടെ വരുന്നു ഗൈസ്. തോറ്റു കേട്ടോ, തോറ്റു. ദേ ഇവിടെയായിരുന്നു ഫിനിഷിങ് പോയിന്റ് ഗൈസ്. എന്തായാലും തോറ്റിട്ടുണ്ട്. നമ്മുടെ സൈക്കിളൊക്കെ ചവിട്ടി മച്ചാൻ ക്ഷീണിച്ച് കേട്ടോ, ക്ഷീണിച്ച് വയ്യ. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് സൈക്കിളൊന്നും ഇല്ല. ഞാൻ വണ്ടിയായിരുന്നു, ഓക്കെ ആയിരുന്നു. വണ്ടി ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വണ്ടിയില്ലേ, വണ്ടി സെറ്റായിരുന്നു. ഓഫ് റോഡ് ചീറ്റ് കോഡ് അടിക്കുന്ന സമയത്ത് സാൻചീസ് അതുണ്ടായിരുന്നു ഗൈസ്, അടിപൊളി. അതുണ്ടായിരുന്നെങ്കിൽ ഇവനെയൊക്കെ എപ്പോഴും ഞാൻ തോപ്പിച്ച് ജയിച്ചിന്. സൈക്കിൾ എന്താ സ്പീഡ് ചവിട്ടുക, അതായത് ചെറിയൊരു പ്രശ്നം ഗൈസ്. എന്തായാലും കൊള്ളാം, നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. ഫാർ ക്രൈ അധികം താമസിക്കാതെ തന്നെ വരുന്നുണ്ട് ഗൈസ്. പിന്നെ പെസ്സിൻ്റെ കാര്യം ഇങ്ങനെ ഇടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.